ADGP MR അജിത് കുമാറിനെ 4.5 മണിക്കൂർ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചോദ്യം ചെയ്തു. PV അൻവർ MLAയുടെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണ് മൊഴിയെടുത്തത്. പാർട്ടിയിലും മുന്നണിയിലും ചോദ്യങ്ങൾ ഉയരുമ്പോഴും ADGPയെ സംരക്ഷിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി തുടരുകയാണ്. അസാധാരണം, അപൂർവം. പോലീസ് ആസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായി DGP ഒരു ADGPയെ ചോദ്യം ചെയ്തു. രാവിലെ 11:20-നാണ് ADGP MR അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തെത്തിയത്. 10 മണിക്ക് തന്നെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഓഫീസിലെത്തിയിരുന്നു. 11:30-ഓടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. DGPയുടെ അന്വേഷണ സംഘത്തിലെ IG സ്പർജൻ കുമാറും മൊഴിയെടുക്കുമ്പോൾ ചേംബറിലുണ്ടായിരുന്നു. PV അൻവർ MLA ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിലാണ് അന്വേഷണം. മലപ്പുറം മുൻ SP സുജിത് ദാസുമായി ചേർന്ന് ADGP അധോലോക സംഘത്തെ പോലെ പ്രവർത്തിച്ചു എന്നതാണ് പ്രധാന ആരോപണം. സ്വർണം കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കൊലപാതകം അടക്കമുള്ള ആരോപണങ്ങളുമുണ്ട്. തൃശൂർ പൂരം BJPക്ക് വേണ്ടി കലക്കിയെന്ന ആരോപണത്തിലും RSS നേതാക്കളെ സന്ദർശിച്ചതിലും DGP അന്വേഷണം നടത്തുന്നുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ നേരത്തെ DGP വിളിച്ചു വരുത്തിയിരുന്നു. PV അൻവറിന്റെ മൊഴിയെടുത്ത ശേഷം പ്രാഥമികമായ പരിശോധനകൾ നടത്തി. തുടർന്നാണ് ഇന്ന് MR അജിത് കുമാറിനോട് മൊഴിയെടുക്കാനായി രാവിലെ തന്നെ ഹാജരാകാൻ DGP ആവശ്യപ്പെട്ടത്. ഇന്നലെ LDF യോഗത്തിന് ശേഷം DGP തല അന്വേഷണത്തിന്റെ വേഗം വർദ്ധിച്ചിട്ടുണ്ട്. DGPയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ADGPക്കെതിരായ നടപടി ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിലെടുത്ത നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് മുഖ്യമന്ത്രി ഇന്നും പ്രതികരിച്ചിട്ടില്ല. അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ 1 മാസത്തെ സമയമാണ് മുഖ്യമന്ത്രി DGPക്ക് നൽകിയത്. എന്നാൽ ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്ന പ്രതീതി തിരിച്ചടിയാണെന്ന് CPM-നുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട്. ഈ സാഹചര്യത്തിൽ DGPയുടെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.